പെരുമ്പടന്ന സൗഹൃദ റെസിഡൻസ് അസോസിയേഷന്റെ 16ാമത് വാർഷിക പൊതുയോഗവും ന്യൂ ഇയർ ആഘോഷവും നടന്നു. നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം. ചാലക്കുടി പോകുന്നുണ്ട്. ചാലക്കുടി ടൗൺ നമ്മുടെ മുകളിൽ പോകുമ്പോൾ താഴത്തേക്ക് വെക്കാൻ ചാലക്കുടി ടൗൺ കാണാം. പക്ഷെ അവിടെ ആളുകൾ ഇറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ്? തൊട്ടടുത്ത് ഒരു ടൂറിസം പ്ലേസ് ഉണ്ട്, അതിരപ്പള്ളി വാഴച്ചാല്. അത് ലോക ഭൂപടത്തിലും അതോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന, കേരളത്തിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന വലിയൊരു വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വാഴച്ചാല്. കാടും ഇതൊക്കെ മനോഹരമായ ആ സ്ഥലം കാണാൻ ആൾക്കാർ ഇറങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഉയരാൻ, ടൂറിസത്തിലൂടെ വളരാൻ പറ്റിയ വലിയൊരു സാധ്യതയാണ് തൊട്ടടുത്ത് ചെറായി ബീച്ച്. ചെറായിൽ ഇറങ്ങാത്ത ആളുകളില്ല. കാരണം മലബാറിൽ നിന്ന് മുതൽ തിരുവനന്തപുരത്ത് അങ്ങേയറ്റം മുതൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ ആളുകൾ, വിദേശികളടക്കം ആളുകൾ വരുന്നതാണ്. പറവൂർ വഴി കൂടെ മാത്രമേ അവർക്ക് ചെറായിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആ ചെറായി ഉള്ള ആളുകളെ എങ്ങനെ നമ്മുടെ ടൂറിസ്റ്റിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ നമ്മുടെ പറവൂരിലേക്ക് എത്തിക്കാം എന്നതിന് നമുക്കൊരു പൈതൃകമുണ്ട്. നമ്മുടെ പറവൂരിനെ ഒരു പൈതൃക നഗരമാക്കി മാറ്റണം എന്നാണ് ഈ ഭരണസമിതി, ഞങ്ങൾ 30 അംഗ ഭരണസമിതി ഞങ്ങൾ തീരുമാനിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് അനു വട്ടത്തറ അധ്യക്ഷനായിരുന്നു. 15 വർഷത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാ ആളുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന് പിന്തുണ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ പറവൂർ നഗരസഭ പുതിയ ഭരണസമിതിയാണ്. ആ ഭരണസമിതി പറവൂർ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ റെസിഡൻസ് അസോസിയേഷനുകളുടെയും പേരുകൾ രജിസ്റ്റർ ചെയ്ത് നഗരസഭ പ്രദേശത്ത് എത്ര റെസിഡൻസ് ഉണ്ടോ അതിൻ്റെ ഡാറ്റ, ഒരു രജിസ്ട്രേഷൻ ഇനി നഗരസഭയിൽ ഉണ്ടാവും. വിദ്യാഭ്യാസ അവാർഡ് വിതരണം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ചിത്ര കുട്ടൻ, സൂര്യ അരുൺ, സിസ്റ്റർ ഡോക്ടർ റോസ് ജോസ്, ബേബിമോൻ പാത്രയിൽ, ബീന ഗോപി, ആശ സുനിൽ, സുവി സന്തോഷ്, വേണുകുട്ടൻ, PT സെബാസ്റ്റ്യൻ, ആൽബിൻ ഷാജു, മരിയ ബാബു, കപിൽ കുമാർ, ബിന്ദു വേണു, സിന്ധു തുടങ്ങിയവർ പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ പൊതുയോഗം കാര്യങ്ങളൊക്കെ ഇച്ചിരി വൈകി. അതിൻ്റെയൊക്കെ കുറച്ച് കുറവുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. എല്ലാവരും ക്ഷമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആദ്യമായി നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ അനു വട്ടത്തറയെ എൻ്റെ പേരിലും റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളുടെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തായി നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള രമേശ് ഡി കുറുപ്പ്, അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി ക്വിസ് മത്സരവും കരിമരുന്ന് പ്രയോഗവും സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു.